അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊല്ലത്തിൻ്റെ ഈ ഹൃദയഭൂമിയിലൂടെ നടന്ന് സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ വേദിയിലൂടെയൊക്കെ കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ വേദിയിലേക്കാണ് കൈരളി പ്രേക്ഷകരെ. അല്പം കഴിയുമ്പോൾ ഇവിടെ എല്ലാം പ്രതിനിധികളെ കൊണ്ട് നിറയും. പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്കും ഒക്കെ കടന്നു പോകുന്നു. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഇതാണ് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ്. എല്ലാത്തരം ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇങ്ങനെ ഇതിൻ്റെ സംഘാടകർ എല്ലാം ഒരുക്കി സജ്ജമായി നിൽക്കുന്നു. പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അതാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ആ വേദിയിലാണ്, കോടിയേരി നഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ. ഇവിടെ ഈ ക്രമീകരണങ്ങൾ നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിൽ വലതുഭാഗത്തായിട്ട് കാസർഗോഡ് ജില്ലയ്ക്ക് കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് അങ്ങനെ പുറകോട്ട് പോകുന്നു. അവിടം വരെ. മറുഭാഗത്തും അതുപോലെ തന്നെ. അല്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടു ഭാഗത്തും ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതെ, രണ്ട് ഭാഗങ്ങളിലായി അതാത് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഇരിക്കാം എന്നുള്ളതാണ്. ഏറ്റവും മുൻപന്തിയിലായി അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കളും അവരാണ്. ഈ റോയുടെ ഇടതുഭാഗത്ത് അവിടെ മുൻപിലായി അവർക്കാണ് ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇതിലേക്ക് വന്നിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രതിനിധികൾ ഓരോരുത്തരും ഏത് ഭാഗത്താണ് ഉണ്ടാവേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളതെന്നൊക്കെ അതിൽ നിന്ന് കൃത്യമായി കാണാം എന്നതുകൂടിയാണ്. ചിട്ടപ്രകാരം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് തീർച്ചയായും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സജ്ജീകരണങ്ങൾ, ഏറ്റവും വളരെ കാലക്കൂട്ടി തന്നെ ഈ സംഘാടക സമിതി ഈ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേദിയിലെ കാര്യങ്ങളാണ് ശരത്തേട്ടവും മനുവും പറഞ്ഞത്. അതോടൊപ്പം തന്നെ സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മുൻനിരയിലായി പ്രത്യേക ക്ഷണിതാക്കൾക്കുള്ള ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നിലായി സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ള സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിന് പിൻഭാഗത്തോട് ഓരോ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുത്ത് കാസർഗോഡ് നിന്നാണ് ജില്ലാ കമ്മിറ്റികൾ തിരഞ്ഞെടുത്ത സമ്മേളന പ്രതിനിധികൾക്ക് ഇരിക്കേണ്ടുന്ന സ്ഥലമാണ്. അവിടെ കാസർഗോഡ് നിന്ന് തുടങ്ങി പിന്നീട് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ആതിഥേയർക്ക് ഏറ്റവും അവസാനമാണ് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും മുന്നിലായിരിക്കും. ആ രീതിയിലായിരിക്കണം അതിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ വളരെ എല്ലാവർക്കും നല്ല സൗകര്യത്തോടു കൂടി ഇരിക്കാനും ചർച്ചകളും മറ്റും പങ്കെടുക്കാനുമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. വേദിയിൽ നമുക്കറിയാം ഏറ്റവും മുന്നിൽ നമുക്ക് സമ്മേളനം നിയന്ത്രിക്കുന്നത് പ്രസീഡിയമാണ്. പ്രസീഡിയത്തിനുള്ള ഇരിപ്പിടമാണ് ഏറ്റവും മുന്നിലായി ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലതുഭാഗത്ത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക്, PB അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ട് പിൻഭാഗത്ത് പ്രസീഡിയമാണ് ഇനി വരുന്ന ഈ ദിവസങ്ങളിലെ ഈ സമ്മേളനത്തെ നിയന്ത്രിക്കുന്നതാണ്. പ്രസീഡിയം തെരഞ്ഞെടുപ്പ് ആദ്യം ഉണ്ടാകും. ആ പ്രസീഡിയം ആയിരിക്കും. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും, അതുപോലെ ക്രെഡൻഷ്യൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. ഇങ്ങനെ ഓരോ സംഘങ്ങളെയും തിരഞ്ഞെടുക്കും. പ്രസീഡിയമാണ് അധ്യക്ഷന് തുല്യമാണ്. തുടക്കത്തിൽ താൽക്കാലിക അധ്യക്ഷനും പിന്നീട് അപ്പോൾ പ്രസീഡിയമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അവിടേക്ക് വന്നിരുന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് അവരാകും. സന്തോഷ് പറഞ്ഞ പോലെ ഈ വേദിയുടെ വലതുഭാഗത്തായിട്ട് മുൻനിരയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ സമ്മേളന നടത്തിപ്പിൻ്റെ ചുമതലയിൽപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അത് ഒരുപക്ഷെ സംസ്ഥാന സമിതി തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ആവാനാണ് സാധ്യത. അതുപോലെ സ്വാഗത ഗാനം സംഘമൊക്കെ അവരെല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നതുകൂടിയുണ്ട്. CC അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സമ്മേളനം നടക്കുന്ന, പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി നഗറിൻ്റെ ഒരു കാഴ്ചകളാണ് ലോകമെമ്പാടും ഉള്ള മലയാളികൾ കാത്തിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കാനായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്.